ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പട്ട് പാവാട കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ ചെറിയൊരു കുട്ടിയുടെ അളവിനകത്താണ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് 19 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് കേട്ടോ, ഫുൾ ലെങ്ത്ത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് മാത്രം കൂട്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലെങ്ത്ത്. പിന്നെ നമുക്ക് 20 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് വരുന്നതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 3 ഇരട്ടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തുണി 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ആദ്യം 19 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക ലെങ്ത്തിൽ കേട്ടോ. അപ്പോൾ വീതി ഓൾറെഡി അത്രയും ഉണ്ട് കേട്ടോ. 19 ഇഞ്ചിൽ 1/2 ഇഞ്ച് നമ്മൾ എടുക്കണത് മുകളിൽ ജോയിൻ ചെയ്യാൻ മാത്രം കേട്ടോ. ബാൻഡ് വെച്ച് പിടിപ്പിക്കുമ്പോൾ ജോയിൻ കൊടുക്കാൻ 1/2 ഇഞ്ച് അതിനായിട്ട് എടുത്താണത്. ബാക്കി നമ്മൾ വീതി എടുത്തിരിക്കുന്നത് വേസ്റ്റ് റൗണ്ട് വന്നത് 20 ഇഞ്ചാണ്, അതിൻ്റെ 3 ഇരട്ടി. അപ്പോൾ ഒരു 60 ഇഞ്ച്, ഇതിൻ്റെ കൂടെ ഒരു 5 ഇഞ്ച് കൂട്ടിയെടുത്ത് ഞാനിവിടെ 65 ഇഞ്ചാണ് ടോട്ടൽ തുണിക്ക് വിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ബാൻഡിൻ്റെ പീസ് കട്ട് ചെയ്യാം. തുണി 2ആക്കി മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഫോൾഡുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ലെങ്ത്ത് 4 ഇഞ്ചിലെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ട് 20ആണ്, അപ്പോൾ അതിൻ്റെ പകുതി 10 ഇഞ്ച് എടുക്കുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് അലവൻസും ചേർത്തിട്ട് 11 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഒരു സ്ക്വയർ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് ലെങ്ത്തിലും 11 ഇഞ്ച് വിഡ്ത്തിലും. അതിനുശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പട്ടുപാവാടയ്ക്ക് കുളത്ത് വയ്ക്കുമ്പോൾ ഒരു ഐ പോലത്തെ ഒരു സാധനം കിട്ടും കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ തുണിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം കുളത്ത് വയ്ക്കുന്നത് വേണം അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ ഞാനൊരു 3 ഇഞ്ചിൽ കുളത്ത് വയ്ക്കുന്നത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടി തുണി എടുക്കുക. അപ്പോൾ 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഞാനൊരു 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ഇഞ്ച് വീതി കൊടുത്തിട്ട് അതിനെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യണത് ഇത്തിരി നീങ്ങിയാണ് ഇരിക്കുന്നത്, ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഒരളവുകളും. അപ്പോൾ ഇത്രയും കട്ടിങ് മതി കേട്ടോ നമുക്കൊരു പാവാട തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് നിവർത്തി വെച്ചിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് അറ്റത്ത് നിന്ന് നീക്കിയിട്ടിട്ട് 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അറ്റത്തെത്തുമ്പോൾ 2 ഇഞ്ച് തന്നെ കൊടുക്കാം. അപ്പോൾ ഞെറി ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഞെറി ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത 1.5 ഇഞ്ച് മാർക്കില്ലേ അതിനെ ഒന്ന് പിടിച്ച് ഞെറി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ 1.5 ഇഞ്ച് ഉള്ളിലേക്ക് പോകണം. മൂന്നാമത്തെ 1.5ക്കാണ് ആദ്യത്തെ 1.5 ഇഞ്ച് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് വീഡിയോനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് വീതിയിൽ വേണമെങ്കിൽ ഞെറി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ചിൻ്റെ വീതിയുള്ള ഞെറിയുണ്ട് എടുക്കുന്നത്. അപ്പോൾ ഇതേ നമുക്ക് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കാണാം കേട്ടോ. അപ്പോൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഭാഗമായിട്ട് വരുന്നതുണ്ടല്ലോ അവിടെ കറക്റ്റ് 1.5 ഇഞ്ച് കാണുന്ന രീതിയിലിരിക്കുക. ഉള്ളിലോട്ട് നമ്മൾ തള്ളി കൊടുക്കുന്നത് കുറച്ച് കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. ഒരേ വലുപ്പത്തിലുള്ള ഞെറി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് ഭാഗമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തുണിയൊക്കെ എടുത്ത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ളിലോട്ട് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ എൻ്റെ ഞെറിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം 2.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ചിൽ ആദ്യം മടക്കുക, വീണ്ടും ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ 2 വശം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേ അതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ 2 വശവും. ഇനി നമുക്ക് ബാൻഡിൻ്റെ പീസ് വെക്കാം കേട്ടോ. അപ്പോൾ ബാൻഡിൻ്റെ പീസ് വെക്കാൻ വേണ്ടി തുണിയുടെ ചീത്ത വശത്തേക്ക് വരണ രീതിയിൽ ഒന്ന് മറച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മറച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്കത് മറച്ചിട്ട് കൊടുക്കാനാണ്. അപ്പോൾ അതേ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. എന്നിട്ട് ഇതുപോലെ മറച്ച് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പോയിൻ്റ് ഭാഗം കറക്റ്റായിട്ടൊന്ന് നേരെയാക്കി വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് അതിനോട് ചേർത്ത് തന്നെ വെച്ച് കൊടുക്കാം. പാവാടയുടെ കറക്റ്റ് ആ സ്റ്റിച്ചിങ് വന്നോടെ തന്നെ വെച്ചിട്ട് ഒരു ഭാഗം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അറ്റത്തെത്തുമ്പോൾ അറ്റഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. നമ്മൾ ആദ്യ ഭാഗത്ത് മടക്കി കൊടുത്ത പോലെ തന്നെ അതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ ഇതേ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രണ്ടിലോട്ട് മറക്കേണ്ട ചെയ്യുന്നത്. മറയ്ക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുളത്ത് വെക്കുമ്പോൾ ഐ വെക്കണമായിരുന്നു, അതിന് പകരത്തിന് നമ്മൾ തുണിയിൽ തന്നെ ചെയ്യണതാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ആ ഭാഗം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 4 വശങ്ങളും ഒരു 1/4 ഇഞ്ച് വീതം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ മടക്കിയിട്ട്. അപ്പോൾ 1/4 ഇഞ്ച് വീതം നമ്മൾ 4 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ബാൻഡിൻ്റെ നല്ല വശമായിട്ട് വരുന്ന ഭാഗമില്ലേ അവിടെ നമുക്കിത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബാൻഡിൻ്റെ
സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗമായിട്ട് വരണോടത്താണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇടത് സൈഡിൽ 1/2 ഇഞ്ച് നീക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് നേരെയായിട്ട് കൊണ്ടുവച്ച് കൊടുക്കരുത്, കുറച്ച് നീക്കിയിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ 2 ഇഞ്ച് നമ്മൾ ഇട്ടിട്ടുണ്ടായില്ലേ, ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട, സൈഡിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടാ. അത് ചെറിയ ചെറിയ ഞെറികളായിട്ട് ഇട്ട് കൊടുക്കേന്. 1/2 ഇഞ്ചിൻ്റെ ചെറിയ ഞെറികൾ ഇട്ട് കൊടുക്കേണ്ട. ഞാനിവിടെ ഒരു 4 ഞെറികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഞെറി വേണം അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഞെറിയുടെ ഉൾഭാഗത്തേക്കാണ് നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് കുളത്ത് തുന്നി പിടിപ്പിച്ചതിന് ശേഷം വെച്ച് കൊളത്തി കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ 4 ഞെറികൾ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിലോട്ട് വരുമ്പോൾ 2 ഇഞ്ച് വീതിയിലുള്ള ഭാഗം കിട്ടിയിട്ടുണ്ടായില്ലേ, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് 4 സൈഡ് ഫോൾഡ് ചെയ്യുമ്പോൾ അവിടെ 2 ഇഞ്ച് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ആ ഭാഗം ഞാൻ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. നമ്മുടെ ഭാഗത്തേക്കാണ് നമ്മൾ ഞെറിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം 2 ഇഞ്ച് ഭാഗം ഉണ്ടായിരുന്നില്ലേ നമ്മൾ കട്ട് ചെയ്തപ്പം, ആ ഭാഗത്തേക്ക് പ്രഷർ ഫുട്ട് തിരിച്ചതിന് ശേഷം വെച്ച് കൊടുത്തിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രഷർ ഫുട്ട് വീണ്ടും തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഞെറിയിട്ട് വെച്ചത് അപ്പുറത്തെ ഭാഗത്ത് കറക്റ്റായിട്ട് കിട്ടും. അതിലൂടെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാൻഡിൻ്റെ പീസിലാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് മടക്കണ ഭാഗത്തിന് ഒരു 1/4 ഇഞ്ച് മടക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാൻഡ് ഫ്രണ്ടിലോട്ടേക്ക് മറിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ച് മടക്കിയതിന് ശേഷം നമുക്ക് സൈഡിലൊരു മടക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്തപ്പോൾ, ആ മടക്ക് മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഭാഗത്തേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണം. 1/2 ഇഞ്ചിൽ മുകളിൽ നിന്ന് താഴേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഉള്ളിലോട്ടായിട്ട് നമ്മൾ കുളത്ത് വെക്കണം കേട്ടോ. വലത് ഭാഗത്താണ് നമ്മൾ കുളത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുളത്തായിരിക്കും നമുക്ക് കിട്ടാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഐ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തത്. ഇനി നമുക്ക് കുളത്ത് വെക്കാം കേട്ടോ. കുളത്ത് വെക്കുമ്പോൾ കുളത്തിന് 3 ഹോളുകളുണ്ട്. ആ 3 ഹോളിലൂടെ നൂല് കോർത്തതിന് ശേഷം വേണം വെക്കാൻ. 1/4 ഇഞ്ച് നീക്കിയിട്ടാണ് കുളത്ത് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ 2 പീസായിട്ട് വെച്ചിട്ടാണ് മടക്കിയിട്ട് വെച്ചത്. അതിലൊരു പീസിലേക്ക് കൊള്ളിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കാൻ, പുറം ഭാഗത്തേക്ക് കാണാത്ത രീതിയിൽ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അതുപോലെ തുന്നി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പട്ടുപാവാട സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പട്ടുപാവാട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.